ഏവർക്കും നമസ്കാരം. ജൂലൈ മാസം 17-ാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന കർക്കിടക മാസം ആരംഭിക്കുന്നു. തുടർന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയും കർക്കിടകം നീളുന്നു. ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി. കർക്കിടകം 8, അതായത് ജൂലൈ മാസം 24-ാം തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ്. ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത്. ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്നു ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ഈ മാസം മുഴുവനായും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂലൈ 28 മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ്. വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂലൈ 26 മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും. ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു. വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. രാഹുകേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടക മാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇടവക്കൂർ, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത്. സൂര്യൻ ഇടവക്കൂറുകാരുടെ 3-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 3-ാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് സൂര്യൻ വളരെയധികം നേട്ടങ്ങളെ ഈ മാസം നൽകും. 3-ാം ഭാവം എന്നത് സഹോദരഭാവം, ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 3-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും. കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം, സൽപ്പേര്, കീർത്തി, നായകത്വം എന്നിവ കൈവരും. കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം, ആത്മവിശ്വാസം, ആത്മബലം എന്നിവയും വർദ്ധിക്കും. തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിക്കുവാനും കഴിയും. കൂടാതെ സൂര്യൻ എന്നത് ഇടവക്കൂറുകാരുടെ 4-ാം ഭാവാധിപൻ കൂടിയാകുന്നു. സുഖസ്ഥാനമെന്നും മാതൃഭാവമെന്നും അറിയപ്പെടുന്ന 4-ാം ഭാവത്തിൻ്റെ അധിപൻ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ മാതൃസുഖം, മനസ്സുഖം, കുടുംബസുഖം, ക്ഷേമം, ശരീരസുഖം, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എന്നിവരുമായി നല്ല ബന്ധം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും. ഇടവക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ 1, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ശുക്രൻ അഭീഷ്ട ഫലദായകൻ ആകുന്നു. ജന്മം അഥവാ 1-ാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം, ഓജസ്, പിതാവ് എന്നിവയെല്ലാം കുറിക്കുന്നു. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും. ശാരീരികമായ സുഖം, മാനസികമായ സൗഖ്യം, ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും. തടസ്സങ്ങൾ, പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ധനപരമായ ഉന്നതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും. വസ്ത്രലാഭം, വസ്തുലാഭം, വാഹനലാഭം, ഭൂമിലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ധനനിക്ഷേപങ്ങൾക്കും ഭൂമി ക്രയവിക്രയങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഇത്. തുടർന്ന് 26-ാം തീയതി മുതൽ ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടിയാകും ശുക്രൻ സഞ്ചരിക്കുക. 2-ാം ഭാവം അറിയപ്പെടുന്നത് ധനസ്ഥാനമെന്നാണ്. ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി, ധനാഗമം, സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ നൽകും. സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് പോകുകയും പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം, ധനാഭിവൃദ്ധി എന്നിവ കൈവരികയും ചെയ്യും. ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാണ് ഇത്. കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം, ഐക്യം, സമാധാനം എന്നിവ ഉണ്ടാകും. കൂടാതെ 2-ാം ഭാവം എന്നത് വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾക്ക് ആകർഷണീയത, ചാരുത എന്നിവ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ അധ്യാപനം, അഭിഭാഷക വൃത്തി, സാഹിത്യമേഖല, ആശയവിനിമയ മേഖല എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് ഈ സമയത്ത് അംഗീകാരം, പേര്, പ്രശസ്തി എന്നിവ കൈവരും. ചൊവ്വ ഈ കൂറുകാരുടെ 4, 5 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ചൊവ്വ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. ദുർജന സംസർഗം, രോഗദുരിതങ്ങൾ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെ 4-ലെ ചൊവ്വ ഉണ്ടാക്കാം. 4-ൽ നിൽക്കുന്ന ചൊവ്വ വാഹനങ്ങളിൽ നിന്നും മറ്റുമുള്ള അപകടങ്ങളെ സൃഷ്ടിക്കാം. കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മ, സ്വാരസ്യങ്ങൾ, വാക്തർക്കം, അഭിപ്രായ ഭിന്നതകൾ എന്നിവയും 4-ലെ ചൊവ്വ സൃഷ്ടിക്കാം. തുടർന്ന് ചൊവ്വ
കേതുയോഗത്തിൽ നിന്നും മുക്തനാകുമ്പോൾ ഈ കൂറുകാർക്ക് ഏറെ ആശ്വാസം ലഭിക്കും. ജൂലൈ 28 മുതൽ ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അത്ര അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല. എങ്കിലും 4-ൽ നിന്നുകൊണ്ട് ചൊവ്വയും കേതുവും യോഗം ചെയ്ത് നൽകിയ ദോഷങ്ങളെ അപേക്ഷിച്ച് ഒരു ആശ്വാസമാകും ഇത്. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാം. കൂടാതെ ഏകാഗ്രതയില്ലായ്മ, അലസത, പഠനത്തിൽ താൽപ്പര്യക്കുറവ്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം, തടസ്സങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം. ഉപാസനാമൂർത്തികളെ നന്നായി ധ്യാനിക്കുമ്പോൾ 5-ലെ ചൊവ്വ നൽകുന്ന ദോഷങ്ങളെ ഫലപ്രദമായി തടുക്കുവാൻ കഴിയുന്നു. ബുധൻ ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക. 3-ാം ഭാവം എന്നത് സഹോദരഭാവം, പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. എന്നാൽ ബുധൻ ഈ 3-ൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. തൽഫലമായി ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ, വാക്തർക്കം, കലഹം, മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം. വ്യാഴം ഈ കൂറുകാരുടെ 2-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു. 2-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആണ്. 2-ാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു. വ്യാഴം ഈ 2-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെ നൽകും. തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി, പുരോഗതി എന്നിവ കൈവരും. ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും. വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും. 2-ാം ഭാവം എന്നത് വാക്സ്ഥാനവും കൂടിയാകയാൽ ഇക്കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകും. അതായത് അധ്യാപനം, അഭിഭാഷക വൃത്തി, സാഹിത്യകാരന്മാർ എന്നിവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നുചേരും. കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം, സുഖം, സമാധാനം, ആരോഗ്യം എന്നിവയും 2-ലെ വ്യാഴം നൽകും. ശനി ഈ കൂറുകാരുടെ 11-ൽ കൂടി സഞ്ചരിക്കുന്നു. 11-ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം, അഭീഷ്ടസിദ്ധി എന്നിവയെ എല്ലാം നൽകും. കൂടാതെ ധനാഗമഭാവം എന്നും അറിയപ്പെടുന്ന 11-ൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി, ബിസിനസ്സിൽ ലാഭം, ധനലാഭം, പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ നൽകും. കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകയാൽ ഇവർക്ക് ഈശ്വരകടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികളെല്ലാം നീങ്ങി കർമ്മപുഷ്ടി അനുഭവപ്പെടും. രാഹു ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 10-ാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു. തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലദാതാവാകുന്നു. 10-ാം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത്. തൽഫലമായി കർമ്മപുഷ്ടി, തൊഴിൽ രംഗത്തെ അഭിവൃദ്ധി, കർമ്മഗുണം, നേട്ടങ്ങൾ, പ്രമോഷൻ, അതുവഴി ധനാഗമം, സാമ്പത്തികമായ നേട്ടങ്ങൾ, മേലധികാരികളുടെ പ്രീതി, പ്രശംസ, അംഗീകാരം എന്നിവയെല്ലാം ഉണ്ടാകും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത്. കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുകൂലം ആകുന്നു. ബിസിനസ്, ഭൂമിക്രയ വിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അത് ധനാഗമത്തെ ഇവർക്ക് ഈ സമയത്ത് നൽകുകയും ചെയ്യും. കേതു ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 4-ാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ്, അസംതൃപ്തി, മാതാവിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകൾ, അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം. അപ്പോൾ ഇടവക്കൂറുകാർക്ക് സൂര്യൻ, രാശാധിപനായ ശുക്രൻ, വ്യാഴം, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്നു. ചൊവ്വ കേതുയോഗത്തിൽ നിന്നും മുക്തനാകുമ്പോൾ ഒരു ആശ്വാസവും ഇവർക്ക് ലഭിക്കുന്നു. ബുധൻ്റെ 3-ലെ അനിഷ്ടമായ ഫലങ്ങളെ 3-ലെ സൂര്യൻ തടുക്കുന്നു. 4-ലെ കേതു പ്രതികൂലനായി ഭവിക്കുന്നു. എങ്കിലും മിക്ക ഗ്രഹങ്ങളും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഭാഗ്യനേട്ടങ്ങൾ നൽകുന്നു എന്നതിനാൽ ഇടവക്കൂറുകാർക്ക് ഈ മാസം വളരെയധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു ഉജ്ജ്വലമായ മാസമായി മാറുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.